നമ്മൾ മൊസറല്ല ചീസ് തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി ചൂടാവണ്ട, ഇളം ചൂടായാൽ മതി. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പിസ്സ തയ്യാറാക്കുമ്പോഴേക്കും അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മൊസറല്ല ചീസ്. വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ ഈ മൊസറല്ല ചീസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പാല് ഇളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ പാലൊന്ന് പിരിഞ്ഞ് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ആ ടൈമിൽ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. വിനീഗർ ചേർത്തതിന് ശേഷം ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും പാൽ ഇതുപോലെ നന്നായിട്ട് പിരിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല, നമുക്കിതൊന്ന് അരിച്ച് പിഴിഞ്ഞെടുക്കണം. ഇനി ഇതുപോലുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിരിച്ചെടുത്ത പാല് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കണം. ഇനി ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിലെ വെള്ളം നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ പാടില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മോസറല്ല ചീസ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒട്ടും തന്നെ എക്സ്പെൻസീവും അല്ല. എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് പാലും വിനീഗറും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മോസറല്ല ചീസ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ചീസ് ഇതുപോലെ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കുന്ന ടൈമിൽ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കി ആയിട്ട് വരുന്ന ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം, അതായത് മാക്സിമം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് ഒന്ന് കൈ മുക്കാൻ പറ്റണ ആ ചൂടിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ കുറച്ച് സ്റ്റിക്കി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഒരു 3-4 തവണ ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കളയണം. നിങ്ങൾക്ക് ഒരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ വെള്ളം
കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ മോർസല്ല ചീസ് വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇത് വെച്ചിട്ട് കവർ ചെയ്യണം. ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതിനുശേഷം നമുക്ക് പിസ്സ തയ്യാറാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ മോർസല്ല ചീസ് യൂസ് ചെയ്തിട്ട് ഉടൻ തന്നെ ഒരു പിസ്സയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അത് കാണാൻ മറക്കരുത്. അപ്പം എല്ലാവരും ഈ ഒരു മോർസല്ല ചീസ് തയ്യാറാക്കി ഒന്ന് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.